ഞാനിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് 2024 ജൂലൈ മാസം 29-ാം തീയതി ഒരുപാട് പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയ മനുഷ്യരെ വരവേറ്റത് ജൂലൈ 30-ാം തീയതിയിലെ പ്രകൃതി താണ്ഡവമാണ്. 160-ൽ പരം കുടുംബങ്ങൾ അനാഥമായി പോയി. അവിടെ ഒരു മാത്യു മാഷ് അന്നത്തെ പ്രകൃതിയുടെ താണ്ഡവത്തിൽ മനുഷ്യരെ രക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ മാത്യു മാഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. പക്ഷേ അന്ന് മുതൽ ഈ ജനങ്ങൾ, വിലങ്ങാട്ട് നാദാപുരത്തെ വിലങ്ങാട്ട് ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ചു, ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു ഭരണകൂടമുണ്ടാകും. ദൗർഭാഗ്യവശാൽ ഒന്നും ഉണ്ടായില്ല സർ. 2024 ജൂലൈക്ക് ശേഷം 2 ബഡ്ജറ്റുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോഴും ആ മനുഷ്യർ ധരിച്ചു ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇവിടെ കൂടെ ഒരു ഭരണകൂടമുണ്ടാകും. പക്ഷേ ഭരണകൂടമുണ്ടായിട്ടില്ലെങ്കിലും ഭരണത്തിന്റെ ഭാഗമായി പലരും ചെന്ന് അവിടെ വാഗ്ദാനങ്ങൾ കൊടുത്തു. ഭരണത്തിന്റെ ഭാഗമായി പലരും പോയി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. സാർ, അന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ വിലങ്ങാട്ടേക്ക് കടന്നു പോവുകയാണ്. ആ വിലങ്ങാട് നിന്ന് മനുഷ്യർക്ക് നൽകിയ ഉറപ്പ് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ്. സാർ, അഭിമാനത്തോടെ പറയട്ടെ, ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ വിലങ്ങാടിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന സന്തോഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വെറുതെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അവിടെ പാക്കേജായി പ്രഖ്യാപിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ആ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടി നൽകിയാണ് സാർ ഇവിടെ മുമ്പോട്ട് പോകുന്നത്.